ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, ഇന്ദ്രൻസ്, ഷാഹിൻ സിദ്ദീഖ് എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. ചിത്രത്തെക്കുറിച്ച് പൊതുവെ സമ്മിശ്ര പ്രതികരണമാണ് വന്നിട്ടുള്ളതെങ്കിലും ബോക്സ് ഓഫീസിൽ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം തന്നെ വമ്പൻ തരംഗമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 5,76,00,000 പ്രീസെയിൽ നേടിയെടുത്ത ഈ സിനിമ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 1,864 ഷോകളിലായി 3,22,00,000 രൂപ കേരളത്തിൽ പ്രീസെയിലായി നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയിലെ വേൾഡ് വൈഡ് പ്രീസെയിൽ 9 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ 365 നൈറ്റ് എക്സ്ട്രാ ഷോകളാണ് ഇന്നലെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് കേരളത്തിൽ. ഫസ്റ്റ് ഡേ കേരള ഓപ്പണിംഗ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 8,50,00,000 രൂപയുമാണ്. ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ഷെയറായി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 3,65,00,000 രൂപയുമാണ്. കർണാടകയിൽ ഇന്നലെ 1.5 കോടി കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി നേടിയെടുത്തത് 3.5 കോടി രൂപയാണ്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തിരിക്കുന്നത് 12 കോടി റേഞ്ചിലാണ്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 34.5-35 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം ഒരു മലയാള സിനിമ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുക്കുന്ന രണ്ടാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് പേട്രിയറ്റ്. ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് വാഴ 2. ചിത്രം 5ാമത്തെ ശനിയാഴ്ച കൂടിയായ 31 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 30ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 51 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ 127,31,00,000 രൂപയാണ് ആദ്യ 30 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ തെലുങ്ക് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 5,32,00,000 രൂപയാണ് തെലുങ്ക് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. തെലുങ്കിൽ നിന്ന് 2,61,00,000 രൂപ ഈ സിനിമയ്ക്ക് ഷെയറായും ലഭിച്ചിട്ടുണ്ട്. സിനിമയുടെ 30 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 233 കോടിയുമുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ ചിത്രം 22ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 56 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 22 ദിവസം കൊണ്ട് കേരളത്തിൽ 25,15,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 41-42 കോടി റേഞ്ചിലാണ്. വിഷു റിലീസായി തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 16ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 40,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 2,32,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 3,05,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏപ്രിൽ 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ KD ദി ഡെവിൾ എന്ന കന്നഡ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ 2 ദിവസം കൊണ്ട് 7,83,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 ദിവസം കൊണ്ട് 7 ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിലവിൽ 7,90,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 76 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വിദേശത്ത് റിലീസ് ചെയ്തിട്ടില്ല. ലവ് മോക്ടെയിൽ 3 എന്ന കന്നഡ സിനിമയുടെ 44 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 19,91,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 99 ലക്ഷം ഉൾപ്പെടെ 20,90,00,000 രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷൻ. 4 കോടി മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അജിത്ത്, നയൻതാര എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ബില്ല എന്ന തമിഴ് സിനിമ ഇന്നലെ മെയ് 1 വെള്ളിയാഴ്ച റിലീസ് ചെയ്തിരുന്നു. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 17,40,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് ഷെയറായി ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം 8,20,000 രൂപയും കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.